നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മുടെ ശീലമാവാം, ദിനചര്യയുടെ ഭാഗമാവാം, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആരെ ചേർത്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് വേർബിനെ ചേർത്താൽ മതി. വേറെ ഒന്നും വേണ്ട, ING വേണ്ട, അതിന്റെ സെക്കൻഡ് ഫോം വേണ്ട, തേർഡ് ഫോം വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അതായത് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, റുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനം റുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അത് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് മതി. ഐ പ്ലേ ക്രിക്കറ്റ് കറക്റ്റ് ആണല്ലോ. ഇനിയിപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണെങ്കിലോ ഹി പ്ലേസ് ക്രിക്കറ്റ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എന്തുകൊണ്ടാണ് അവിടെ പ്ലേസ് വന്നത് എന്ന് അല്ലേ? കാരണം അയ്യോ ദേവി ഈ സബ്ജക്ട്സിന്റെ കൂടെ എസിന്റെയും ESന്റെയും ആവശ്യം വരുന്നില്ല. പക്ഷെ ഹി, ഷീ, ഇറ്റ്, ഇനി വല്ല പേരോ വല്ല മൃഗങ്ങളുടെ പേരോ ഇനി എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം എന്ന് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അത് വേറൊരു ടെൻസിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് വേർബിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുള്ളൂ. അതായത് അവിടെ വേറെ ഒന്നും വേണ്ട. ഓക്കെ, അത് ആളുകളെ നോക്കിയിട്ട് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഇതിന്റെ പേരൊക്കെ ആണെങ്കിൽ അവിടെ വേർബിന്റെ കൂടെ എസോ ESO നമ്മൾ ചേർക്കും. അല്ലാത്ത പക്ഷം അത് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആക്ച്വലി ഒളിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതായത് ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ്. അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഈ റുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു ശീലമാണോ? നീ അങ്ങനെ കളിക്കാറുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ചോദ്യം ചോദിക്കുക? എങ്ങനെയായിരിക്കും? അതായത് ഞാൻ പറയാണ് ഐ പ്ലേ ക്രിക്കറ്റ്. അപ്പൊ വേറൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ ചോദിക്കുക? അതിനിപ്പം വേറൊരു കാര്യം എടുക്കാം. ഷീ ഈറ്റ്സ് മാംഗോ. അവള് മാങ്ങ കഴിക്കാറുണ്ട്. ഷീ ഈറ്റ്സ് മാംഗോ. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് അവള് മാങ്ങ കഴിക്കാറുണ്ടോ? നമുക്ക് ആ സെന്റൻസിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ചോദ്യമാക്കിയിട്ട് മാറ്റണം. നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? ഇവിടെയാണ് നമ്മൾ രണ്ട് കക്ഷികളെ ശരിക്കും പുറത്തെടുക്കേണ്ടത്. ഓക്കെ, ആക്ച്വലി ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നതിൽ ആ പ്ലേയിൽ തന്നെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നില്ല? പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഷീ പ്ലേസ് ക്രിക്കറ്റ് ആണെങ്കിലും ആ പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു വേർബിലും ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ആളെ നമുക്ക് പുറത്തെടുത്താൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഇപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോട് തന്നെ ഇപ്പൊ ചോദിക്കുകയാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ റുണ്ടോ എന്ന് പറയുന്ന സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്ലേയിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അത് വേറെ ആരുമല്ല, ഒന്ന് ഡു, ഒന്ന് ഡസ്. ഏതൊക്കെയാണ്? ഡു, അതുപോലെ തന്നെ ഡസ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇവരെങ്ങനെയാ എവിടെയാ ഒളിഞ്ഞിരിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാല് ആക്ച്വലി അതിന്റെ അർത്ഥം ഐ ഡു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ അവിടെ ഡൂവിനെ പോസിറ്റീവ് സെന്റൻസിൽ ഈ ഡൂവിനെ എടുത്തിട്ടില്ല. പ്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡു പ്ലസ് പ്ലേ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഐ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പോരേന്ന്. വേണ്ട, കാരണം വേർബിനെ നമ്മൾ വേർബായിട്ട് അവിടെ ബേസ് ഫോമിൽ വെക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഡൂവിനെ പിന്നെയും എടുത്തിടണ്ട, കാരണം ആ വേർബിൽ ഓൾറെഡി കക്ഷി അടങ്ങിയിട്ടുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ ഡു പ്ലസ് പ്ലേ ക്രിക്കറ്റ് എന്നാണ്. അപ്പൊ ഈ ഡു ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു സെന്റൻസിനെ ചോദ്യമാക്കി മാറ്റാനും ആ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റാനും പറ്റുള്ളൂ. സെയിം സംഭവമാണ് നമ്മൾ മറ്റേ കാര്യം വരുമ്പോൾ, അതായത് SO ESO വരുമ്പോൾ. ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നാണെങ്കിൽ ഒന്ന് ഗസ് അടിച്ചു നോക്കിയേ, ഈ പ്ലേസിൽ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? ഡസ്. നിങ്ങൾ ആ എസ് ആലോചിച്ചാൽ മതി. ഡസ്സിലും ഇല്ലേ ഒരു ES? ആ എസിനെ ആലോചിച്ചാൽ മതി. ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹീ ഡസിന്റെ കൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് എന്തായിട്ട് മാറിയത്? പ്ലേസ് എന്നായിട്ട് മാറിയത്. അപ്പൊ പോസിറ്റീവ് സെന്റൻസിൽ നമുക്ക് ഇവന്മാരെ മഷിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, കാരണം ഇവര് ആ വേർബിന്റെ ഉള്ളിൽ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തിനെ നമുക്ക് ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വേർബിൽ നിന്ന് നമ്മൾ ഇവരെ പുറത്തേക്ക് എടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ചോദ്യം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ.
മനസ്സിലായല്ലോ? അപ്പോൾ സെന്റൻസ് നിങ്ങൾ കാണുമ്പോൾ കരുതരുത് ഇതിൽ ഇങ്ങേരില്ല, ഈ ഡൂ ഇല്ല, ഡസ് ഇല്ല എന്ന് വിചാരിക്കരുത്. അതിൽ ആരുണ്ട്? ഡൂവും ഡസും ഉണ്ട്. നമുക്ക് ആ പറയുന്ന സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ വേർബിൽ അടങ്ങിയിരിക്കുന്ന, അതിപ്പം നമ്മൾ സബ്ജക്റ്റ് നോക്കുക. അയ്യോ ദേവിയുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഡസ് ആയിരിക്കില്ല ചോദ്യത്തിന് ഉപയോഗിക്കുക, ഡൂ ആയിരിക്കും. കാരണം ഹീ പ്ലേ ക്രിക്കറ്റ്, ഐ ഈറ്റ് മാംഗോ എന്നാ പറയണേ. ഓക്കെ, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്ലേസിൽ എസ് വന്നു. സോ ക്വസ്റ്റ്യൻ നമുക്ക് ഡസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ പ്ലേ പറയുമ്പോൾ പ്ലേയിൽ തന്നെ നമുക്ക് കാണാം ഇസോ ഇയസോ ഇല്ല. സോ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആരെ വെച്ചിട്ടാണ്? ഡൂനെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ടീമിനെ മനസ്സിലാലോചിക്കുക. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അയ്യോ ദേവി, അവരുടെ ക്യാപ്റ്റൻ ആരാണ്? ഡു ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ടീം എ ക്യാപ്റ്റൻ ആരാണ്? ഡു. അതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അയ്യോ ദേവി, ഐ യു ദേ വി. ഓക്കെ, ഇനി ടീം നമ്പർ 2 ടീം ബിയിൽ വരുന്നത് ആരാ ക്യാപ്റ്റൻ ആയിരിക്കുക? ഡസ് ആണ്. അവിടെ ആരൊക്കെയാ വരിക? ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ, എന്തേ ആവാട്ടോ, എന്തും ആവാം. ഓക്കെ, അവിടെ നമ്മൾ ആരെയാ കൊണ്ടുവരണ്ടേ? ഡസ്. സോ സെക്കൻഡ് ടീം എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യത്തെ ഒരു ചോദ്യമാക്കി മാറ്റാൻ പോകുന്നതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറയാണ് ദേ ലൈക്ക് മാംഗോ. ദേ ലൈക്ക് മാംഗോ. ദേ എന്തുകൊണ്ടാ ലൈക്സ് അല്ലാതെ ലൈക്ക് വന്നത് മനസ്സിലായല്ലോ? അയ്യോ ദേവി കേട്ടോ. ഓക്കെ, അപ്പൊ ദേ ലൈക്ക് മാംഗോ എന്ന് വന്നു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് മാങ്ങ ഇഷ്ടമാണ്. ഓക്കെ, അവർക്ക് മാങ്ങ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട എന്താ? അവർക്ക് മാങ്ങ ഇഷ്ടമാണോ എന്നാ ചോദിക്കണ്ടേ അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദേ ലൈക്ക് ലെസ്സോ യെസോ ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ ആരെ എടുക്കണ്ടേ? ഡൂവിനെ എടുക്കണ്ടേ. ഇനി സംശയം ഈ ഡൂവിനെ എവിടെ കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഡൂ നമ്മുടെ ക്യാപ്റ്റൻ ആണല്ലോ, ക്യാപ്റ്റൻ എപ്പോഴും എവിടെയാ ഉണ്ടാവുക? ഏറ്റവും ഫ്രണ്ടില്. ഓക്കെ, അപ്പൊ ദേ ലൈക്ക് മാംഗോ എന്ന് പറയുമ്പോൾ അവർക്ക് മാങ്ങ ഇഷ്ടമാണ്. അപ്പൊ മാങ്ങ ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡൂവിനെ പിടിച്ച് ഫസ്റ്റ് കൊണ്ടുപോയി വെക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ ഒന്ന് നിങ്ങൾ പറഞ്ഞേ, ഡൂവിനെ ഫ്രണ്ടിലിട്ടിട്ട് ഡൂ ദേ ലൈക്ക് മാംഗോ, ഡൂ ദേ ലൈക്ക് മാംഗോ. എത്ര പെട്ടെന്നല്ലേ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയത്? മനസ്സിലായല്ലോ? ഡൂ ദേ ലൈക്ക് മാംഗോ, അവർക്ക് മാങ്ങ ഇഷ്ടമാണോ? എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ രാധ ലൈക്സ് മാംഗോ, രാധ ലൈക്സ് മാംഗോ, രാധയ്ക്ക് മാങ്ങ ഇഷ്ടമാണ്. രാധയ്ക്ക് മാങ്ങ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും? രാധ ലൈക്സ് മാംഗോ അല്ലേ? ലൈക്സ് വന്നു. ആരെ എടുക്കണം? ഡസിനെ എടുക്കണം. എവിടെ കൊണ്ടുപോയി വെക്കണം? ഫസ്റ്റ് കൊണ്ടുപോയി വെക്കണം. അപ്പൊ എങ്ങനെയായി? ഡസ് രാധ ലൈക്ക് മാംഗോ. അവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം കേട്ടാ. അതായത് ഡസ് രാധ ലൈക്ക് മാംഗോ എന്നായി. ഡസ് രാധ ലൈക്സ് പിന്നെ വന്നില്ല. കാരണം ഈ ലൈക്സിൽ കിടക്കണ എസിനെയാണ് നമ്മൾ ഫ്രണ്ടിലെടുത്ത് ഡസ് എന്ന പേരിൽ വെച്ചേക്കുന്നത്. അപ്പൊ പിന്നെയും കൊണ്ടുപോയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അതായത് നമ്മൾ ഡസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെയും വേർബിന്റെ കൂടെ കൊണ്ടുപോയിട്ട് എസിനെയും ഇഎസിനെയും ഇട്ടിട്ട് നമ്മുടെ ഡസിനെ ഇൻസൾട്ട് ചെയ്യരുത്. മനസ്സിലായല്ലോ? കാരണം ആ വേർബിൽ കിടക്കുന്ന എസും ഇഎസും ആണ് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയേക്കണ ഈ ഡസ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായല്ലോ? അപ്പോ ഷീ ലൈക്സ് മാംഗോ എന്നാണെങ്കിൽ നമുക്ക് ചോദ്യം ഇങ്ങനെ ചോദിക്കാം, അവൾക്ക് മാങ്ങ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈ ലൈക്സിൽ നിന്നുള്ള ഡസിനെ നമ്മൾ പുറത്തെടുത്തിട്ട് ഫസ്റ്റ് കൊണ്ടുപോയി വെക്കുക അല്ലെ? ഡസ് ഷീ ലൈക്ക് മാംഗോ, ഡസ് ഷീ ലൈക്ക് മാംഗോ, അവൾക്ക് മാങ്ങ ഇഷ്ടമാണോ? മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ പറയാണ് ഐ ലൈക്ക് ബിരിയാണി, ഐ ലൈക്ക് ബിരിയാണി. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കുക നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ തന്നെ ചോദിച്ചേ, എങ്ങനെ ചോദിക്കുക? വെരി ഗുഡ്. ഡു യു ലൈക്ക് ബിരിയാണി, ഡു യു ലൈക്ക് ബിരിയാണി, വെരി ഗുഡ്. സംഭവം പിടികിട്ടിയല്ലോ. ഡു യു ലൈക്ക് ബിരിയാണി. മനസ്സിലായല്ലോ? ഇനിയിപ്പോ അരുൺ ലൈക്സ് ബിരിയാണി എന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഡസ് അരുൺ ലൈക്ക് ബിരിയാണി, ഡസ് അരുൺ ലൈക്ക് ബിരിയാണി. മനസ്സിലായില്ലേ? ദിസ് ഡോഗ് ബൈറ്റ്സ്, ദിസ് ഡോഗ് ബൈറ്റ്സ്. ഡോഗ് ആയോണ്ടാട്ടോ ബൈറ്റ്സ് എസ് വന്നത്. ദിസ് ഡോഗ് ബൈറ്റ്സ്. അത് ഈ നായ കടിക്കാറുണ്ട്. ഓക്കെ, ഇത് കടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നായ കടിക്കാറുണ്ടോ എന്നെങ്ങനെയാ ചോദിക്കുക? ഡു ആണോ ഡസ് ആണോ ആദ്യം വരിക? വെരി ഗുഡ്, ഡസ് അല്ലേ? ഡസ് ദിസ് ഡോഗ് ബൈറ്റ്, ഡസ് ദിസ് ഡോഗ് ബൈറ്റ്, ഡസ് ദിസ് ഡോഗ് ബൈറ്റ്. ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ടോ എങ്ങനെ ചോദിക്കും? ഡസ് ഡസ് ഇറ്റ് റെയിൻ, ഡസ് ഇറ്റ് റെയിൻ, ഡസ് ഇറ്റ് റെയിൻ, മഴ പെയ്യാറുണ്ടോ? ഷീ ടെൽസ് ലൈസ്, ഷീ ടെൽസ് ലൈസ്, അവള് കളവുകൾ പറയാറുണ്ട്, കള്ളം പറയാറുണ്ട്. ഷീ ടെൽസ് ലൈസ്. എങ്ങനെ ചോദ്യമൊക്കെ? അവള് കളവ് പറയാറുണ്ടോ, കള്ളങ്ങൾ പറയാറുണ്ടോ എങ്ങനെ ചോദിക്കും?
ഡസ് ഷീ ടെൽസ് ആണോ? പിന്നെ ടെൽസ് വരുമോ? ഇല്ല അല്ലേ. ഡസ് ഷീ ടെൽ ലൈസ്? ഡസ് ഷീ ടെൽ ലൈസ്? അവള് കളവുകള് പറയാറുണ്ടോ? ഡസ് ഷീ ടെൽ ലൈസ്? ഓക്കെ. ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം. ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം. എന്തുകൊണ്ടാ ചിൽഡ്രൻ ലൈക്സ് എന്ന് വരാത്തെ? ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അല്ലെ, കുട്ടികൾ എന്നാണ്. ചൈൽഡ് ആണെങ്കിലേ നമ്മൾ ലൈക്സ് പറയേണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം എന്നാ വരിക. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ വരും? കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നാ നമുക്ക് ചോദിക്കണ്ടേ. എങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റുക? എങ്ങനെ ചോദിക്കുക? ഡു ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം? ഡു ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം? ഓക്കെ, ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഡു യൂസ് ചെയ്തത്. കുറെ കുട്ടികളുണ്ട്. ഓക്കെ, ഡു ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം. ഐ സ്റ്റഡി വെൽ. ഐ സ്റ്റഡി വെൽ. ഞാൻ നന്നായി പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി വെൽ. ഞാൻ നന്നായി പഠിക്കാറുണ്ടോ? ഒരാളോട് ചോദിക്കുക, ഞാൻ നന്നായി പഠിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കണ്ടേ? ഡു ഐ സ്റ്റഡി വെൽ? ഡു ഐ സ്റ്റഡി വെൽ? വെരി ഗുഡ്. ഡു ഐ സ്റ്റഡി വെൽ. അവൾ നൃത്തം ചെയ്യാറുണ്ട്. എങ്ങനെ പറയാ? അവൾ നൃത്തം ചെയ്യാറുണ്ട്. ഷീ ഡാൻസസ്. ഷീ ഡാൻസസ്. നൃത്തം ചെയ്യാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡസ് ഷീ ഡാൻസ്? ഡസ് ഷീ ഡാൻസ്? എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, ഡസ് ഷീ ഡാൻസ്. മനസ്സിലായല്ലോ? നമ്മുടെ വീഡിയോ നീണ്ടു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ ഇനി ഒരിക്കലും ഇതേ പറ്റിയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അധികം വെച്ച് പറയുന്നത് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കിയാലോ. ഈ നെഗറ്റീവ് സെന്റൻസിലും നമുക്ക് ഈ രണ്ട് കക്ഷികളെ വളരെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കത് ഒരാളടുത്ത് പറയാൻ പറ്റൂ. ആ നെഗറ്റീവ് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം അവരോട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ലൈക്ക് ഐസ്ക്രീം. ഓക്കെ, ഞാൻ പറഞ്ഞു ലൈക്കിൽ ഓൾറെഡി ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആരെ കാണാത്തത്? ഡൂവിനെ കാണാത്തത് അല്ലെ. ഇനിയിപ്പോൾ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആ ലൈക്കിൽ നിന്ന് ഞാൻ ആരെ പുറത്തേക്ക് എടുക്കണം? ഡൂവിനെ പുറത്തേക്ക് എടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ പറ്റൂ. ഓക്കെ, ഐ ലൈക്ക് ഐസ്ക്രീം. ഓക്കെ, അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല എന്ന് പറയണം, ഇഷ്ടമല്ല എന്ന് പറയണം. അപ്പം എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? ലൈക്കിൽ നിന്ന് നമ്മൾ ആരെ പുറത്തെടുത്തു? ഡൂവിനെ എടുത്തു. ഇനി അത് നെഗറ്റീവ് ആക്കണം. ഡൂവിന്റെ കൂടെ ആരെ ഇട്ട് കൊടുക്കണം? നോട്ടിനെ അല്ലെ. ഡു നോട്ട് എന്നായി. ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം എന്നായി. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്നായി. മനസ്സിലായല്ലോ? ഇനിയിപ്പോ ഷീ ലൈക്സ് ഐസ്ക്രീം. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. നമുക്ക് പറയണം അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല എന്ന് പറയണം. അപ്പൊ ലൈക്സിൽ നിന്ന് നമ്മൾ ആരെ എടുക്കണ്ടേ? ഡസിനെ എടുക്കണം അല്ലെ. അപ്പൊ ഷീ ഡസ് വരെ എത്തി. ഇനി ആരെ ഇട്ട് കൊടുക്കണം നെഗറ്റീവ് ആക്കണമെങ്കിൽ? നോട്ടിനെ. അപ്പോൾ ഷീ ഡസിൻ ലൈക്ക് ഐസ്ക്രീം. ഷീ ഡസിൻ ലൈക്ക് ഐസ്ക്രീം. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസും ഉണ്ടാക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരാണ് ഈ ഡൂവും ഡസും. ഇവരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പോസിറ്റീവ് സെന്റൻസിൽ ഡൂവിനെയും ഡസിനെയും കാണില്ലയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ പോസിറ്റീവ് സെന്റൻസിൽ ഇവന്മാർ പുറത്ത് വരും. ഓക്കെ, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ സാഹചര്യം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരാള് നമ്മളോട് തർക്കിക്കുന്ന സമയത്ത് എനിക്കത് അല്ല അങ്ങനെയല്ല, ഇത് ശരിക്കും ഉണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യം എനിക്ക് തർക്കിച്ച് പറയാൻ വേണ്ടി, അതായത് ശരിക്കും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് സെന്റൻസിൽ ഈ ഡൂവിനെയും ഡസിനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ എംഫാറ്റിക് ഡു അല്ലെങ്കിൽ എംഫാറ്റിക് ഡസ് എന്നൊക്കെയാ പറയാ. കാരണം അതിനെ നമ്മൾ എംഫസിസ് ചെയ്യുക ചെയ്യണേ. അതായത് അതിന്റെ കാര്യം നമ്മൾ തർപ്പിച്ച് പറയുക ചെയ്യണം. അങ്ങനെയല്ല, ശരിക്കും ഉണ്ട്, ശരിക്കും ചെയ്യാറുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് സെന്റൻസിൽ ഇവന്മാരെ എന്ത് ചെയ്യുക കാണാനായിട്ട് പറ്റുക. ഇപ്പൊ പൊതുവെ എനിക്ക് ആപ്പിൾ ഇഷ്ടമാണെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ലൈക്ക് ആപ്പിൾ എന്ന് പറയും അല്ലെ. ഐ ലൈക്ക് ആപ്പിൾ, എനിക്ക് ആപ്പിൾ ഇഷ്ടമാണെന്ന് പറയും അല്ലെ. ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് തർക്കിക്കുകയാണ്, അല്ല നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് ആപ്പിൾ ഇഷ്ടമല്ല, നീ വെറുതെ പറയാന്ന് പറയുമ്പോൾ എനിക്ക് അത് അവരുടെ അടുത്ത് പറയണം, അല്ല അങ്ങനെയല്ല, എനിക്ക് ശരിക്കും ഇഷ്ടമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ ഡൂവിനെ ശരിക്കും പോസിറ്റീവ് സെന്റൻസിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാം ഐ ഡു ലൈക്ക് ആപ്പിൾ എന്ന് പറയാം. ഐ ഡു ലൈക്ക് ആപ്പിൾ, അല്ല എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡൂവിനെ പോസിറ്റീവ് സെന്റൻസിൽ കൊണ്ടുവിടേണ്ടതെന്ന്. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് തർക്കിക്കുകയാണ്, അല്ല നീ പറഞ്ഞത് കള്ളാണ്, നിനക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. അതിനെ നമുക്കൊന്നും കൂടി അത് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഡൂവിനെയും ഡസിനെയും എങ്ങനെയായാലും കുഴപ്പമില്ല പോസിറ്റീവ് സെന്റൻസിൽ കൊണ്ടുപോയിട്ട് ഇടാം.
അപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം അവൾക്ക് മ്യൂസിക് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ നോർമലി പറയാ ഷീ ലൈക്സ് മ്യൂസിക്, അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്. ഒരാൾ വന്നിട്ട് പറയുന്ന അല്ല അവൾക്ക് ഇഷ്ടമല്ല, അവൾ വെറുതെ പറയാ. അപ്പോൾ നമുക്ക് പറയാണ് അല്ല അങ്ങനെയല്ല, അവൾക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഡസ് ലൈക്ക് മ്യൂസിക്, ഷീ ഡസ് ലൈക്ക് മ്യൂസിക്. അവിടെയും കണ്ടില്ലേ ലൈക്കിന്റെ കൂടെ നമ്മൾ എസ് ഇട്ടിട്ടില്ല കേട്ടോ. അത് നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണെങ്കിലും ഇനി അല്ല നോർമലായിട്ട് പറയുകയാണെങ്കിലും ഡസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയിട്ട് വേർബിന്റെ അടുത്ത് എസിനെയും ഇഎസിനെയും കൊണ്ടുപോയി ഇടരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് അറപ്പിച്ച് പറയാൻ വേണ്ടി നമുക്ക് പറയാം ഷീ ഡസ് ലൈക്ക് മ്യൂസിക്, ഷീ ഡസ് ലൈക്ക് മ്യൂസിക്. അതായത് ശരിക്കും നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ ഒരാൾ കുറേ നാൾക്ക് ശേഷം നമ്മളെ വന്ന് കണ്ടിട്ട് പറയണം നിനക്ക് ശരിക്കും എൻ്റെ പേര് ഓർമ്മയില്ല അല്ലേ, ഇല്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയണം അല്ല എനിക്ക് ശരിക്കും നിന്റെ പേര് ഓർമ്മയുണ്ട്, അതാരും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ ആക്സിഡന്റലി എനിക്ക് കിട്ടിയതല്ല, എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പറയാം ഐ ഡു റിമെമ്പർ യുവർ നെയിം, ഐ ഡു റിമെമ്പർ യുവർ നെയിം. അല്ല അങ്ങനെയല്ല, ശരിക്കും നിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഐ ഡു റിമെമ്പർ യുവർ നെയിം. ഓക്കെ, നിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് നമ്മളെങ്ങനെ പറയാ? ഐ റിമെമ്പർ യുവർ നെയിം, എനിക്ക് നിന്റെ പേര് ഓർമ്മയുണ്ട്. അതൊന്നും കൂടി എനിക്ക് അതിനെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട്, അതല്ല ശരിക്കും ഓർമ്മയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഡു റിമെമ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒന്ന് വരണം, വിസിറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് വിസിറ്റ് അവർ ഹോം എന്ന് പറയാം അല്ലെ, പ്ലീസ് വിസിറ്റ് അവർ ഹോം. പക്ഷെ നിങ്ങൾ എന്തായാലും വരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെസ് കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് ഡു വിസിറ്റ് അവർ ഹോം എന്ന് പറയാം, പ്ലീസ് ഡു വിസിറ്റ് അവർ ഹോം. അപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ശരിക്കും പോസിറ്റീവ് സെന്റൻസിൽ നമ്മൾ ഡൂവിനെയും ഡസിനെയും കൊണ്ടുപോയി ഇടണ്ടേന്ന്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ, പോസിറ്റീവ് സെന്റൻസിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ നോർമലി നമ്മുടെ പൊതുവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡൂം ഡസും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം നമുക്ക് ഇവരെ ശരിക്കും പുറത്തേക്ക് എടുക്കാം, അല്ലാണ്ട് അനാവശ്യമായിട്ട് ഇത് ചെയ്യരുത് കേട്ടോ. അങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞേ അവള് പുസ്തകം വായിക്കാറുണ്ട്, അവള് പുസ്തകം വായിക്കാറില്ല, അവള് പുസ്തകം വായിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കും.